ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇൻകം ടാക്സിൻ്റെ സെഷൻസാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ആവശ്യപ്പെട്ട പോർഷൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതിൻ്റെ ഇൻസിഡൻസ് ഓഫ് ടാക്സുമാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ ഈ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ, അതുപോലെ കമ്പനി ആണെങ്കിൽ, ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഫേം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോന്നിൻ്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് അസസ് ചെയ്യുമ്പോൾ അയാൾ റെസിഡൻ്റ് ആണോ, ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ വരും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യം ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ, അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണുള്ളത്. ഒന്ന്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. 2, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. 3, നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഒരാൾ ഓർഡിനറി റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് അല്ല ബട്ട് റെസിഡൻ്റ് ആണ്, അതല്ലെങ്കിൽ റെസിഡൻറ്റേ അല്ല. ഓക്കെ, ഇങ്ങനെ 3 കണ്ടീഷൻസാണ് ഉള്ളത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഇവിടെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ബേസിക് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ബേസിക് കണ്ടീഷൻ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടീഷൻ. ഇത് പാസ് ചെയ്താൽ മാത്രമേ ഒരാൾ റെസിഡൻ്റ് ആവുകയുള്ളൂ. ഈ ബേസിക് കണ്ടീഷൻസിൽ 2 ബേസിക് കണ്ടീഷൻസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ 2 ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരാൾ റെസിഡൻ്റായി മാറുകയുള്ളൂ. ഈ ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എങ്കിൽ അയാൾ എന്തല്ല, റെസിഡൻ്റേ അല്ല, അഥവാ നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ബേസിക് കണ്ടീഷൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഡീൽ ചെയ്യുന്നത്. ബേസിക് കണ്ടീഷനിൽ പറയുന്ന കാര്യങ്ങൾ, ഒരാൾ ഇന്ത്യയിൽ 182 ഡേയ്സ്, പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടായിരുന്നിരിക്കണം. അതിനോടൊപ്പം തന്നെ 365 ഡേയ്സ് ഡ്യൂറിങ് 4 ഇയേഴ്സ് പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷങ്ങൾ എടുക്കുമ്പോൾ അതിൽ 365 ദിവസങ്ങളും അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഉണ്ടായിരിക്കണം. അപ്പോൾ ബേസിക് കണ്ടീഷൻസ് 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ പ്രീവിയസ് ഇയറിൽ 182 ദിവസങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ 182 ദിവസം ഒരു വ്യക്തി ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ താമസിച്ചിരുന്നുവെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണ്. ഓക്കെ, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇതല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഒരാൾ 60 ദിവസമേ ഉള്ളൂ എങ്കിൽ അയാളുടെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷങ്ങൾ കൂടി പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൽ എല്ലാം കൂടെ 365 ദിവസം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന്, ബേസിക് കണ്ടീഷനിൽ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അയാൾ റെസിഡൻറ്റ് എന്നുള്ള ആ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു, അടിസ്ഥാന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു, അഥവാ റെസിഡൻ്റ് ആണ്. ഇനി അയാൾ റെസിഡൻ്റ് ആണ് എന്നുള്ളതിന് ഉറപ്പായി. ഇനി അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ അതോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള റെസിഡൻ്റ് ആണോ എന്നുള്ള ചോദ്യമാണ്. റെസിഡൻ്റ് ആണ്, ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒന്ന്, നിങ്ങൾ കാണുന്ന ബേസിക് കണ്ടീഷനിൽ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അയാൾ എന്താണ്, റെസിഡൻ്റ് ആണ്. ദെൻ അപ്പോൾ റെസിഡൻ്റ് ആണെങ്കിൽ പിന്നീടുള്ള ചോദ്യം, അയാൾ എങ്ങനെയുള്ള റെസിഡൻ്റ് ആണ്, ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ. അപ്പോൾ ഓർഡിനറി റെസിഡൻറ്റ് ആവണമെങ്കിൽ താഴെയുള്ള അഡീഷണൽ കണ്ടീഷൻസ് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 പറയുന്ന അഡീഷണൽ കണ്ടീഷൻസ് 2 സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒന്നെന്ന് പറയുന്നത് റെസിഡൻറ്റ് ഇൻ 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയേഴ്സ് പ്രിസീഡിങ് ദ കറണ്ട് പ്രീവിയസ് ഇയർ. കറണ്ട് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ 10 പ്രീവിയസ് ഇയേഴ്സിൽ ഏതെങ്കിലും 2 പ്രീവിയസ് ഇയറിൽ അയാൾ റെസിഡൻ്റ് ആയിരുന്നിരിക്കണം. മാത്രമല്ല, ആൻഡ് 730 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് 7 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് കറണ്ട് പ്രീവിയസ് ഇയർ. അഥവാ നമ്മുടെ നിലവിലുള്ള പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിൽ മൊത്തത്തിൽ അയാൾ 730 ദിവസമോ അതിന് മുകളിലോ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡൻറ്റ് കൂടിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം സാറ്റിസ്ഫൈഡ് ആയാൽ പോരാ, അഡീഷണൽ കണ്ടീഷൻസ് 2 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഓർഡിനറി റെസിഡൻറ്റ് ആവുകയുള്ളൂ.
അപ്പോൾ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റ് ആയി കഴിഞ്ഞു. റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയുള്ള റെസിഡൻ്റാണ്? അതിലാണ് ഓർഡിനറി റെസിഡൻ്റ് ആണോ അല്ലയോ. ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അഡീഷണൽ കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാലൊന്നും എന്ത് ചെയ്യത്തില്ല, അത് ഓർഡിനറി റെസിഡൻ്റ് ആവത്തില്ല. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസിൽ രണ്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾ എന്തല്ല, ഓർഡിനറി റെസിഡൻ്റ് അല്ല. പക്ഷേ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ റെസിഡൻ്റ് ആണ്, ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാൾ ഇപ്പോൾ ബേസിക് കണ്ടീഷൻസിൽ ഒന്നും തന്നെ ഇയാൾ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിവിജ്വലിൻ്റെ കേസസിലുള്ളത്. ഇനി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസസിലാണെങ്കിൽ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി ഒരു കമ്പനിയുടെ കേസാണെങ്കിൽ, അതൊരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ, അഥവാ സെറ്റപ്പ് ആൻഡ് മാനേജ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് റെസിഡൻ്റ് ആണ്. ഇനി ഫോറിൻ കമ്പനി ആണെങ്കിൽ അത് നോൺ റെസിഡൻറ്റുമാണ്. ദെൻ ഇനി ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ, അഥവാ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ അവർ റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ റെസിഡൻ്റ് അല്ല. അപ്പോൾ ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇനി നമുക്ക് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്, അഥവാ ടാക്സ് റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് ഇങ്ങനെയുള്ളവർ ടാക്സ് നൽകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലാണ് ഇൻകം ഏൺ ചെയ്തത് എങ്കിൽ, അതുപോലെ തന്നെ തൊട്ട് രണ്ടാമത്തെ പോയിൻ്റ്, ഇൻകം ഡീംഡ് ടു റിസീവ് ആൻഡ് അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ കിട്ടാനുള്ള ഇൻകം, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡ്യൂ ആവുന്ന ഇൻകം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാൻഡുള്ള ഒരു ഏരിയ ഉള്ളത് ഇന്ത്യയിലാണ്, അതിൻ്റെ റെൻറ്റിന് കിട്ടാനുണ്ട്. സോ അങ്ങനെ, അപ്പോൾ ഇന്ത്യയിൽ കിട്ടേണ്ടതുമായിട്ടുള്ള ഇൻകം, ആ ഇൻകത്തെ സംബന്ധിച്ചിടത്തോളം റെസിഡൻറ്റ് ബട്ട് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്, 3 ടൈപ്പ് ആളുകളും ഇന്ത്യയിലാണ് ഇൻകം കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ഇൻകം കിട്ടാനുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം ആണെങ്കിലും ഈ 3 ടൈപ്പ് ഓഫ് ആളുകളും എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അഥവാ വേറൊന്നുമല്ല, അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാതെ തന്നെ അവർ ടാക്സ് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യയിലാണ് ഇൻകം വരുന്നതെങ്കിൽ നോൺ റെസിഡൻറ്റും ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി അടുത്തത് ഇൻകം റിസീവ്ഡ് ഓർ അക്രൂയിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇനി ഇന്ത്യക്ക് പുറത്താണ് ഇൻകം കിട്ടുന്നത് എങ്കിൽ ഇന്ത്യയിലുള്ള ഓർഡിനറി റെസിഡൻറ്റ് മാത്രം ആ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് പുറത്താണ്, ശ്രദ്ധിക്കണം, ഇന്ത്യക്ക് പുറത്താണ് ഇൻകം കിട്ടുന്നതെങ്കിൽ അത് ഓർഡിനറി റെസിഡൻറ്റ് മാത്രം ആ ടാക്സ് അടച്ചാൽ മതി. അഥവാ നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഒന്നും ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്ന ഇൻകത്തിന് എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ഒരു ബിസിനസ്, ആ ബിസിനസ്സിന് ഇന്ത്യയുടെ പുറത്ത് ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ നിന്നുമാണ് അവർക്ക് ഇൻകം കിട്ടുന്നത് എങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് പോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റും എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അഥവാ ഇൻകം റിസീവ്ഡ് ഓർ അക്രൂയിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം ബിസിനസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സെറ്റ് ചെയ്തൊരു ബിസിനസ്, അതിന് വിദേശത്ത് ബ്രാഞ്ചൊക്കെ ഉണ്ട്, ആ ബ്രാഞ്ചിൽ നിന്നും ടാക്സ് കിട്ടുകയാണെങ്കിൽ അത് ഓർഡിനറി റെസിഡൻറ്റിനെ പോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റും അടയ്ക്കേണ്ടതാണ്. ബട്ട് നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലാണ് ടാക്സ് കിട്ടുന്നതെങ്കിൽ എല്ലാവരും അടയ്ക്കണം, ഇന്ത്യക്ക് പുറത്താണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഓർഡിനറി റെസിഡൻറ്റ് അടയ്ക്കണം. ദെൻ ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്നത് ഇന്ത്യയിൽ തന്നെ സെറ്റപ്പ് ചെയ്തൊരു ബിസിനസ്സിൽ നിന്നാണ് ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്നതെങ്കിൽ അത് ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റുമാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് 5 ഹെഡ്സ് ഓഫ് ടാക്സസ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പരാമർശിക്കുന്നുണ്ട്. 5 ഹെഡ്സ് ഓഫ് ടാക്സസ്. 5 ഹെഡ്സ് ഓഫ് ടാക്സസ് എന്ന് പറയുന്നത് 5 ടൈപ്സ് ഓഫ് ടാക്സസ് ആണ്. 5 ടൈപ്സ് ഓഫ് ടാക്സസ് എന്ന് പറയുന്നത് 5 ടൈപ്സ് ഓഫ് ടാക്സസ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പരാമർശിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഇങ്ങനെയുള്ള 5 ഹെഡ്സിലൂടെയാണ് ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെഷൻസിൽ ഇതിൻ്റെ ബാലൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.